ഹലോ ഗൈസ്, അപ്പോൾ രാത്രി 12:30 ആയ സമയത്ത് നമ്മുടെ പത്തനംതിട്ട ടൗണിലുള്ള തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സമയത്ത് കണ്ടോ, രാത്രി 12:30-ക്ക് ഇത്രയും നല്ല തിരക്കാണ് കണ്ടോ. ഒത്തിരി വാഹനങ്ങളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാത്രി 12:30 ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അടുത്തൊരു തിയേറ്ററുണ്ട്. അപ്പോൾ രാത്രി സിനിമ കാണാനൊക്കെ വന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണുന്നത് കണ്ടോ. 12:30 സമയത്ത് ഉള്ള തിരക്ക് കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പൂക്കട ഇരിപ്പുണ്ട് കേട്ടോ. ഈ 12:30 സമയത്ത് അപ്പോഴേ കട അടച്ചിട്ടില്ല കേട്ടോ. അവരോട് ഒന്ന് പൂ കെട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അതുപോലെ തന്നെ രാത്രിയുള്ള ഈ കാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇവിടെ വാഹനങ്ങൾ പോകുന്നതൊക്കെ ഈ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ പകൽ നോക്കുമ്പോൾ ഇവിടെയൊക്കെ തിരക്കുള്ള സ്ഥലമാണ്. എന്നാലും കുറച്ചുകൂടി ഭംഗിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാത്രിയുള്ള കാഴ്ചകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് ഒരു തട്ടുകട നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല തിരക്കാണ്. ഈ 12:30 സമയത്ത് തട്ടുകടയുള്ള തിരക്കുണ്ട്, നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ഈ തിയേറ്ററിലൊന്നും ഇറങ്ങി സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. ഈ തട്ടുകടയൊക്കെ ഏകദേശം ഒരു മണി 1:30 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇപ്പോഴും തന്നെ നല്ല തിരക്കാണ്. രാത്രി ലോഡും വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ടൗണിൻ്റെ ഭാഗത്തുണ്ട് ഇവിടെ വേറെ കടകളുണ്ട്. ലോട്ടറി കടയുണ്ട്, ഹോട്ടലുണ്ട് ഉണ്ടോ. നൈറ്റ് 12:30-ക്ക് 1 മണിക്കൊക്കെ ചായ കുടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റുള്ള കടകളൊക്കെ നമുക്ക് അടച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കടകളെല്ലാം അടച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും തട്ടുകടയൊക്കെ ഈ പാതിരാത്രിക്കൊക്കെയാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിയേറ്റർ ഇവിടെ അടുത്ത് വരുന്നത് കാരണം ഇവിടെയൊക്കെ രാത്രിയൊക്കെ നല്ല തിരക്കായി. പാതിരാത്രിയൊക്കെ കടകളിലൊക്കെ നല്ല തിരക്കാണ്.